ഞാൻ മുസ്ലിമാ പേര്. സുഹൃത്തെ മനസ്സിലാക്കണം, ഞാൻ വളരെ ഖേദത്തോടെ വിഷമത്തോടെ പറയാ, ഓരോ ദിവസവും യൂട്യൂബ് നോക്കുമ്പോൾ മുസ്ലിം പെണ്ണുങ്ങൾ മൊത്തം പാട്ടിലേക്ക് ഇറങ്ങി. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, വയലല്ല നമുക്കിനി വലുത്, ഇനി പാട്ടും ഗാനമേളയാണ്. ഒരു ഗാനമേള വെക്കി, ഒരു പാട്ട് വെക്കി, ഒരു മുസ്ലിം പെണ്ണ് അവളുടെ ഔറത്ത് തുറന്ന് വിളിച്ച് അവർ പാടട്ടെ. അത് കാണാനും കേൾക്കാനുമാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ തന്നെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ, നമ്മൾ തന്നെയാണ് ദീനിന്റെ ശത്രുക്കൾ. ഇതിനെയൊക്കെ നിരോധിച്ചവരാണ് പരിശുദ്ധമായ ഖുർആൻ. പക്ഷെ ആര് പറയാൻ, ഞാനടക്കം, എന്നെ പോലുള്ള അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് യൂട്യൂബിലൂടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞാൽ നാളെ നമുക്കെതിരെ കമന്റിൽ 90% നാണം കെട്ട നമ്മുടെ കാക്കാമാരായിരിക്കും. നാണം കെട്ട കാക്കാമാരായിരിക്കും. പാട്ടിന് എന്താ കുഴപ്പം? മ്യൂസിക്കിന് എന്താ കുഴപ്പം? കണ്ട പെണ്ണുങ്ങളെ സമുദായത്തിന്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പരസ്യമായിട്ട് നിർത്തിയിട്ട് പല പുരുഷന്മാരുടെ ഇടയിൽ ഡാൻസ് ആടാൻ നാണമില്ലാതെ, ഒരു നിലയ്ക്കും ഒരു പുളിപ്പില്ലാത്ത മാതാപിതാക്കൾ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ തുറന്നുവിടാൻ അലാ തഗാറൂൻ അലാ തസ്തഹയൂൻ ആദരവായ അലിയാർ തങ്ങൾ ചോദിച്ചതാണ്, നാണമില്ലേ? നാണമില്ലേ? നിന്റെയൊക്കെ പെൺമക്കളെ ജനങ്ങളുടെ മുന്നിൽ അവർ കാണാൻ, അവരുടെ ഔറത്തുകൾ കാണാൻ തുറന്നുവിട്ട് ഡാൻസ് കളിപ്പിക്കാൻ നാണമില്ലേ? അലിയാർ തങ്ങളുടെ ചോദ്യമാണ്, അബൂബക്കറിന്റെ ചോദ്യമല്ല. അലാ തഗാറൂൻ അലാ തസ്തഹയൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ്, നബി തങ്ങളുടെ എല്ലാമാണ്, സന്തത സഹചാരിയാണ്, 4ാം ഖലീഫയാണ്. അവരൊക്കെ ഈമാന്റെ ബോധമുള്ളവരാണ്. അവരൊക്കെ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഈ വള്ളിത്തുണ്ടിൽ അല്പസമയമെങ്കിലും അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ, അടിച്ചുപൊളി ജീവിക്കണമെങ്കിൽ എങ്ങനെയും ജീവിക്കാം, ഞങ്ങൾക്ക് ജീവിക്കാം. നമുക്കിപ്പോൾ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ഷാള് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ? നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടോ? നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ? അള്ളാഹുവിനെ പേടിച്ചിട്ടല്ല നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. അതുകൊണ്ട് ഹലാലായതുകൊണ്ട് ജീവിക്കണമെന്ന് അള്ളാഹു റസൂലും പഠിപ്പിച്ച മാർഗത്തിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ. അള്ളാഹു നമ്മളെ ആലിമീങ്ങളാക്കുക നമ്മുടെ പവറല്ല, അള്ളാഹ് നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. എന്തുകൊണ്ട്? ഈ വേഷമിട്ടുകൊണ്ടൊരു പെണ്ണിനെ നോക്കാൻ നമുക്ക് മടി വരുന്നു. ഈ വേഷമിട്ടുകൊണ്ടൊരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഈ വേഷമിട്ടുകൊണ്ടൊരു ഹറാമിന്റെ പ്രവൃത്തിക്ക് പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അത് അള്ളാഹു നമ്മളോട് ചെയ്ത അനുഗ്രഹമാണ്. അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം ആണെങ്കിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി നീ ഒന്ന് തൊപ്പി വെച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ പോ, ആ ഹിന്ദു സഹോദരൻ ചോദിക്കും, അല്ല സഹോദര നിനക്ക് നോമ്പില്ലേ? അല്ല നിനക്ക് നോമ്പില്ലേ? അല്ല എന്താ നിങ്ങളെന്താ നോമ്പ് പിടിക്കാത്ത? ഹിന്ദു സഹോദരൻ ചോദിക്കാൻ. അവനാ മഹത്വം അറിയാം, അവനാ മഹത്വം മനസ്സിലാക്കുന്നുണ്ട്. തലയിൽ തട്ടമിട്ട പെൺകുട്ടികൾ സ്കൂളുകളിൽ പോയി ബീഡി വലിക്കുന്നത് പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്കിത് ഹലാലാണോ? നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ? അത് കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാം എന്താ പബ്ലിക്കായിട്ട് ഞങ്ങളിങ്ങനെ ലൈഫ് അടിച്ചു പൊളിക്കുന്നവരാണ്. അതിനും ഒരു സാക്ഷി ഈ തലയിൽ ഈ തട്ടവും ഈ ഹിജാബും ഈ പർദ്ദയും. ഇതൊക്കെ വീഡിയോയിൽ. പണ്ടൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും തള്ളലാന്ന്. ഇപ്പം തള്ളാൻ പറ്റൂല. ഇപ്പം നമ്മൾക്ക് TV അങ്ങോട്ട് തുറന്ന് നമ്മുടെ ഈ യൂട്യൂബ് ഒന്ന് അങ്ങോട്ട് തള്ളിക്കൊടുക്കുമ്പോൾ ഈ ഉസ്താദന്മാർ പറഞ്ഞൊക്കെ അതിനകത്ത് മുന്നിൽ വരും. അതുകൊണ്ട് തള്ളാൻ പറ്റൂല. ഉള്ള കാര്യമായി പറയുന്നത്, കൽബ് പൊട്ടിയിട്ട് പറയുന്ന വാക്കാണ്. ആലിമീങ്ങളായ ഞങ്ങൾ നിങ്ങളുടെ മയ്യത്തിന് നിസ്കരിപ്പിക്കാനും ഫാത്തിഹ ഓതാനും 3ാം ഫാത്തിഹയ്ക്കും ഹത്തം ഓതാനും അല്ലെങ്കിൽ ഖബർ സിയാറത്തിന് വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങളെ വിവാഹം കഴിപ്പിച്ചയക്കാനും തൊലാക്ക് ചൊല്ലിക്കാനും വിധിക്കപ്പെട്ടവരല്ല ആലിമീങ്ങൾ. ഈ ആലിമീങ്ങൾ ഈ നന്മ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ആലിമീങ്ങൾ അല്ലാഹു തആല ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന് പ്രവാചകന്മാരുടെ പാരമ്പര്യമായിട്ടാണ്. പ്രവാചകന്മാർ ഈ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ലോകത്തേക്ക് കടന്നു വന്നത്. അള്ളാഹുവിന്റെ ദീൻ പറയാൻ വേണ്ടി വന്നവരാണ്. ആ പ്രവാചകന്മാർ ഈ ലോകത്തിലില്ല, മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി, പ്രവാചക പരമ്പര അവസാനിച്ചു പോയി. ആ ഉത്തരവാദിത്വം ഒരിക്കലും തകർന്നു പോകരുത്, നശിച്ചു പോകരുത്. അതുകൊണ്ട് ഉലമാക്കളുടെ വാരിസ്യങ്ങളായി, അനന്തരാവകാശികളായി ആ ഒരു പരിശുദ്ധമായ ദൗത്യം അല്ലാഹു തആല ഏൽപ്പിച്ചത് പണ്ഡിത മഹത്തുക്കളുടെ മേലാണ്. ഈ പണ്ഡിത വർഗം എന്തിനാണ്? നമുക്കും നമ്മുടെ വാപ്പാക്കോ ഉമ്മാക്കോ ഗതിയില്ലാത്തത് കൊണ്ട് ഓതാൻ വിട്ടതൊന്നുമല്ല. ഇന്ന് ഇൽമു പഠിച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നും കൈതുയർത്തി ദുആ ചെയ്യുമ്പോൾ എൻ്റെ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാതെ എന്റെ ദുആ ഞാൻ അസ്തമിപ്പിക്കുകയില്ല, തീർക്കുകയില്ല. അവിടെയും എൻ്റെ വാപ്പ, എന്നെ പഠിപ്പിച്ച എൻ്റെ ഉമ്മ, നിങ്ങളുടെ ഖബറിനെ അല്ലാഹു ശാന്തി സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ദുആ ചെയ്യാതെ ഈ വിനീതനോ അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഉസ്താദന്മാരോ ഈ ഇരിക്കുന്ന ആലിമീങ്ങളോ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാതെ അവരുടെ ദുആ അവസാനിപ്പിക്കില്ല. കാരണം എന്താ?
ഖുർആനിലും ഹദീസിലും അള്ളാഹ് പഠിപ്പിച്ചത് മക്കളെ നിങ്ങളുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ മാതാപിതാക്കൾ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. വാപ്പാക്കും ഉമ്മാക്കും പഠിപ്പിക്കാനും കഷ്ടപ്പെടാനും ഒക്കെ വാപ്പ വേണം. MBBS എടുത്തു കൊടുക്കാൻ വാപ്പ വേണം, കെട്ടിക്കാൻ വാപ്പ വേണം, എഞ്ചിനീയർ ആക്കാൻ വാപ്പ വേണം. ആ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മോനുണ്ടോ, ഒരു മോളുണ്ടോ? ഏത് മോനാ ദുആ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ ദുആയുടെ ഒരു മഹത്വം ഉണ്ടോ? മരിക്കുമ്പം ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് കുറെ കരഞ്ഞിട്ട് അല്ലാഹ് അത്തായിക്ക് പുറത്തു കൊടുക്കണേ, വല്ലാഹി പൊറുക്കൂല. വല്ലാഹി എങ്ങനെ പൊറുക്കാനാണ്? ഈ മകനെ വളർത്തിയെടുത്ത കോലം ഈ വാപ്പ ഈ ദുനിയാവിൽ എങ്ങനെയാണ് ഈ മകനെ വളർത്തിയെടുത്തത്? ഈ മകനെ വളർത്തിയെടുത്തതിന്റെ കോലം എങ്ങനെയാണ്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയപ്പോൾ പറഞ്ഞു, ഒരു ആൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ വാപ്പ ചെലവാക്കിയ പൈസ 2.5 കോടി രൂപ. ആൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ അത്രയ്ക്കും ഏറ്റവും ടോപ്പ് സിംഗറിനെ കൊണ്ടുവന്ന് പാടിപ്പിച്ച്. മുസ്ലിങ്ങളാണ്, മറ്റുള്ളവരുടെ ചരിത്രം നമുക്ക് പറയണ്ട. മുസ്ലിങ്ങളാണ്, നമ്മുടെ കൗമാണ്, നമ്മുടെ പരിസരത്താണ്. 2.5 കോടി രൂപയുടെ 5 ദിവസത്തെ കല്യാണം ഒരു ആൺകുട്ടിയെ കെട്ടിച്ച് ആൺകുട്ടിയെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ. തൊട്ട് പരിസരങ്ങളിൽ പാവപ്പെട്ടവനും വാടക വീട്ടിൽ കിടക്കുന്നവനും തിന്നാനും കുടിക്കാനും ഉടുതുണിക്കും മറുതുണിയില്ലാത്തവനും കിടപ്പുണ്ട്. കോടാനുകോടികൾ ചെലവഴിച്ച് ആഡംബര കല്യാണം നടത്തിയിട്ട് ആഹ്ലാദിക്കുമ്പോൾ അഹങ്കരിക്കുമ്പോൾ ഇവനൊക്കെ ഫലസ്തീനെ കുറിച്ച് പറയാൻ എന്തവകാശം? ഇവനൊക്കെ വന്നിരുന്ന് ആമീൻ പറയാൻ എന്തവകാശം? പള്ളിയിൽ ദുആ ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് പൊറുക്കണയല്ല, ഫലസ്തീന്റെ മക്കൾക്ക് പൊറുക്കണയല്ല എന്ന് പറയുമ്പോൾ ഇവനൊക്കെ ആമീൻ പറയുന്നത് കൊണ്ടാണ് അല്ലാഹു തആല ഈ ദുആ സ്വീകരിക്കാത്തത്. എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. എന്ത് പുണ്യ സമുദായത്തിന് ദീനിന്റെ കാര്യം പറഞ്ഞ് അവന്റെ വീട്ടിൽ പോയാൽ ഒരു 500 രൂപ എടുത്തു കൊടുക്കും. 500 രൂപ 2.5 കോടി പാട്ടുകാരന് വേണ്ടി അവൻ ചെലവാക്കും, ഗാനമേളയ്ക്ക് വേണ്ടി ചെലവാക്കും. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിച്ചാൽ 500 ഉലുവ എടുത്തു വെച്ച് കൊടുക്കും. വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോ എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല, വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോയി പറയുന്ന വാക്കാ. 100 JCB ഉള്ള ഒരാളോട് ദീനിന്റെ ആവശ്യമായിട്ട് ഈ വിനീതനടക്കം പോയി. 100 JCB വല്ലാഹി 500 രൂപ എടുത്തു വെച്ചെന്നു. 500 രൂപ എടുത്തു വെച്ചെന്ന് ഞങ്ങൾ പറഞ്ഞു. അയാളുടെ വിഷമം പറയാ, ഒന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ട് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ് 1 മാസത്തേക്ക് നിങ്ങളുടെ ഭക്ഷണമായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വരാമെന്ന് പറഞ്ഞ് നമ്മൾ അപ്പോഴേ മാസില പറഞ്ഞ് ഇറങ്ങിപ്പോയി. തന്നത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഓരോരുത്തർ അർഹതപ്പെട്ടവരുടെ അടുത്ത് നമ്മൾ അർഹതയുള്ളത് തന്നെ വാങ്ങാനാണ് പോകുന്നത്. ഈ ഓശാനിച്ചുള്ളത് വാങ്ങാനല്ല. 500 ആവശ്യമില്ല, 5000 രൂപ കൊടുക്കണം. നമുക്കറിയാമല്ലോ. 100 JCB കേരളത്തിൽ കിടന്നുകൊണ്ടാണ്. അറിയാലോ JCBയുടെ പൈസ എത്ര കിട്ടും നിങ്ങൾക്ക്? എൻ്റെ പൊന്നു സഹോദര, അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ആഖിറത്തിൽ നമുക്ക് വിശ്വാസമില്ല. വല്ലാഹി ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. നമുക്ക് വിശ്വാസമൊന്നുമില്ല ആഖിറത്തിൽ. ഈ പാടാൻ പോകുന്ന പെണ്ണുങ്ങൾക്കും ഈ വാപ്പ ഉമ്മ ഒക്കെ ഇവരെ കൊണ്ട് റിയാലിറ്റി ഷോയ്ക്കൊക്കെ വിട്ടിങ്ങനെ പാടിച്ച് അവർ പറയുന്ന വേഷവും ധരിച്ചിട്ട് നെഞ്ചും കാണിച്ചിട്ട് കഴുത്തും കാണിച്ചിട്ട് കുണ്ടിയും കാണിച്ചിട്ട് ഇങ്ങനെ കിടന്നിങ്ങനെ പാടി തുള്ളി ചാടുമ്പം ബാക്കിയുള്ളവനൊക്കെ ഇരുന്നിങ്ങനെ രസിക്കുമ്പം വാപ്പാക്കും ഉമ്മാക്കും ഭയങ്കര സന്തോഷമാണ്. പറുതായി വിട്ട് ഈ തലയിൽ ഈ സാമാനം ഇട്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്ന രംഗം, ഇത് നമ്മളെ കൊണ്ടൊന്നും ഇത് അംഗീകരിക്കാൻ പറ്റൂല. ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്. ആലിമീങ്ങൾ പറയേണ്ട നമ്മുടെ ബാധ്യത. നിങ്ങൾ സ്വീകരിച്ചാലും നിങ്ങൾ ചീത്ത വിളിച്ചാലും നമുക്കൊരു പ്രശ്നവും ഇല്ല. മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ല. മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണോ, വിശ്വസിക്കുന്നവരാണോ? വല്ലാഹി ഞാൻ ഈ പറയുന്നത് കേട്ടേ മതിയാവും. എല്ലാ ദിവസവും 17 പ്രാവശ്യം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അല്ലാഹ് ഹിദായത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ റബ്ബേ. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ റബ്ബേ. നേരായ വഴിക്ക് വേണ്ടി ചോദിക്കുന്നവരാ, ഹിദായത്തിന്റെ വഴികളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും 17 പ്രാവശ്യം ഒളുവെടുത്തിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഓർക്കണേ, ആ ഹിദായത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എല്ലാ ദിവസവും ചോദിക്കുന്ന വാക്കാണ്. 17 പ്രാവശ്യം ചോദിക്കുമെന്നാണ് ഹിദായത്ത്. അല്ലാഹ് ഹിദായത്ത് താൻ. സുബഹിക്ക് ഖുനൂത്ത് ഓതുമ്പോൾ ആദ്യമായി പറയുന്നത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. അല്ലാഹുവേ, നീ ആർക്കൊക്കെയാണോ ഹിദായത്ത് വാഗ്ദാനം ചെയ്തത്, ആരെയൊക്കെയാണോ ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിപ്പിച്ചത്, ആ വഴിയിലൂടെ എന്നെയും നീ സഞ്ചരിപ്പിക്കണമേ അല്ലാ. രാവിലെ ഹിദായത്തിന് വേണ്ടിയല്ലേ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്? കൈകെട്ടിയാല് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുന്നത് അത് ദുആയാണ് കേട്ടോ. അതിന്റെ ഇജാബത്താണ്. ബാക്കിയുള്ള 113 സൂറത്തുകൾ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ സുആല് ചോദ്യമാണ് കേട്ടോ.
കേട്ടോ. ബാക്കിയുള്ള 113 അധ്യായങ്ങൾ അതിൻ്റെ ജവാബാണ് കേട്ടോ. കാര്യങ്ങൾ തിരിയാതെ മനസ്സിലാക്കാതെ നിങ്ങൾ പോയി നമസ്കരിച്ചിട്ട് കാര്യമില്ല മുസ്ലിം സഹോദര. നാളെ മരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. ഖബറിലേക്ക് നമ്മുടെ മയ്യത്ത് വെറുതെ ജനങ്ങൾ കുളിപ്പിച്ച് മൂക്കിൽ പഞ്ഞി വെച്ച് കുറച്ച് അത്ര പൂശിയിട്ട് കൊണ്ടിട്ടിട്ട് മുസ്ലിയാർ അതിൻ്റെ അടുക്കെ വന്നിരുന്നൊരു യാസീനോദി ഇതുകൊണ്ട് നീ രക്ഷപ്പെടുമെന്നുള്ള ആ ഒരു ധാരണ നിനക്ക് തെറ്റാ. അങ്ങനെ നീ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നമുക്കിന്ന് നമസ്കാരത്തിൻ്റെയോ ഈ വഅദ് നസീഹത്തിൻ്റെയോ ഈ സദഖാത്തുകളുടെയോ ആവശ്യമില്ല. ആ ഖബറിന്റെ മയ്യത്ത് ആ ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ച് 7 ചുവട്ടടി നീ ഇങ്ങോട്ട് മാറുമ്പോഴേക്കും 2 പേര് കടന്നു വന്നിട്ട് നിന്നെ വിളിച്ചുണർത്തുകയാണ് കേട്ടോ. അന്ന് വരെ അടഞ്ഞു കിടന്ന നിന്റെ കണ്ണ് തുറക്കുകയാണ്. ശ്വാസം വീണ്ടും അല്ലാഹു നൽകുകയാ, എഴുന്നേൽപ്പിച്ചിരുത്തുകയാ. ആദ്യമായി ചോദിക്കുന്നു, നിന്റെ റബ്ബ് ആരാണടോ? പറ, മറുപടി പറയണം. വിടൂല അല്ലാഹ്. മുസ്ലിമാണോ? വിടൂല പടച്ചവൻ. പടച്ചവൻ വിടൂല. നമ്മളെ ചോദിച്ചോളിയും, മനസ്സിലായിക്കോളിയും. വെറുതെ അല്ല. അതൊന്നും വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ ഇത് പഠിച്ച് മനസ്സിലായിക്കോളിയും. ഒക്കെ വെറുതെ വേസ്റ്റ്. എല്ലാ എണ്ണം പഠിച്ചു പോയിക്കൊണ്ടിരിക്കണം മൊത്തം. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. എല്ലാ എണ്ണം പോയിക്കൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ മുസ്ലിം പെൺകുട്ടികൾ മൊത്തം പാട്ട്, കൂത്ത്, അതുമായി ബന്ധപ്പെട്ട് ഡാൻസ്. കല്യാണ വീടുകളിലൊക്കെ എന്താ, ഉസ്താദ് വന്ന് നിക്കാഹ് നടത്തി കൊടുക്കുന്നു. അല്ലാഹു ബാറക്, അല്ലാഹു അയ്യോ സൗജാൻ അയ്യത്തുഹു സൗജാൻ ബാറക്കല്ലാഹു ലക്കുമ. ഉസ്താദ് അടിവയറ്റിന്ന് ദുആ ചെയ്ത് തുടങ്ങുന്നത്. അടിവയറ്റിന്ന് ഇങ്ങനെ ദുആ കണ്ട ചൊല്ലക്കം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയിട്ട് മുസ്ലിയാരെല്ലാം പോയോ? എല്ലാവരും പോയോ? ഉസ്താദ് ഇരുന്ന കസേരയെ മാറ്റി, വെണ്ണുന്ന കസേരയെ മാറ്റി, എല്ലാവരും അതിനകത്തോടെ അടുത്ത പരിപാടിയായി. പുത്തിരി കത്തിക്കലായി, വെടി പൊട്ടിക്കലായി, പാവകട പൊക്കലായി, അവിടെ പിടിക്കലായി, ഇവിടെ പിടിക്കലായി. എൻ്റെ പേര് നിക്കാഹ. നടക്ക് ശരിയല്ലേ? നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോളൂ, ഞാൻ കേട്ടോളാം. ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ആളെന്നും എനിക്കിതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ അബീവേ. എനിക്കിതെല്ലാം കാണുമ്പോൾ എന്തോ ഒരു ഈ പ്രസംഗത്തോട് തന്നെ താല്പര്യമില്ലാതായി. വല്ലാഹി സത്യം, താല്പര്യമില്ലാതായി. എന്തിനു പ്രസംഗിക്കുന്നു? 30 വർഷമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. 30 വർഷമായി. ഈ 30 വർഷം കൊണ്ട് പ്രസംഗിക്കുന്നു. പ്രസംഗത്തിനെല്ലാം ആൾ കൂടുന്നു, എല്ലാം സംഭവം ശരി തന്നെ. ഇത് വീണ്ടും ഇത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മളൊക്കെ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യല്ലേ? നിക്കാഹിൻ്റെ സദസ്സിൽ അല്ലാഹുവേ നീ അവർക്ക് 2 പേർക്ക് ഐശ്വര്യം കൊടുക്കണേ, ബർക്കത്ത് ചെയ്യണേ. ആ വാപ്പാക്കും ഉമ്മാക്കും ബർക്കത്ത് ചെയ്യണേ. ആ ഭാര്യയും ഭർത്താവിനും ബർക്കത്ത് ചെയ്യണേ. ആ നവവധുവിനും വരണം നീ ബർക്കത്ത് ചെയ്യണേ. ഈ വാപ്പാക്കും ഉമ്മാക്കും താല്പര്യമില്ലല്ലോ ഈ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. വാപ്പാക്കും ഉമ്മാക്കെങ്കിലും താല്പര്യം വേണ്ടേ? മക്കളെ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും വേണ്ട. ഇസ്ലാമികപരമായിട്ട് നിക്കാഹ് നിങ്ങൾ നടത്തണേ, അള്ളാഹ്ക്ക് പൊരുത്തമുള്ളത് നടത്തണേ. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹ് ഇല്ല. പലസ്തീനിലെ യുദ്ധം നടന്നപ്പോ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വലിയ പള്ളിയിൽ നിന്നൊരു സഹോദരൻ ചോദിച്ചാണ്, ഉസ്താദേ അല്ലാഹു ഇസ്രായേലികളോടൊപ്പമാണ് ഉസ്താദേ, നമ്മളോടൊപ്പം ഇല്ല ഉസ്താദേ. എന്റെ നേരിട്ട് കേട്ട വാക്കാണ്, വെറുതെ പറയല്ല. അല്ലാഹു മുസ്ലിങ്ങളോടല്ല ഉസ്താദേ. ഞാനൊരു തിരുവനന്തപുരം ജില്ല വലിയൊരു പള്ളിയിൽ ജോലി ചെയ്തു. അവിടെ ഒരു സഹോദരൻ പടച്ചവൻ ഇല്ല ഉസ്താദേ. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ് കാരണം അയാളെ ദുആ സ്വീകരിക്കുന്നില്ല. മുഴുക്കൂടിയനാ, എങ്ങനെ ദുആ സ്വീകരിക്കും? നിങ്ങൾ പറയും. പച്ചക്കറി കച്ചവടം ചെയ്ത് തോറ്റ് തൊപ്പിയടിച്ച് ഭയങ്കര പ്രശ്നങ്ങളാണ്. കടങ്ങളാണ്, രക്ഷയില്ല. എന്നോട് പറയാണ്, ഉസ്താദെ അല്ലാഹ് ഇല്ല, പടച്ചോനൊന്നുമില്ല, മുസ്ലിമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള വാക്കല്ലേ നമ്മുടെ വാക്ക്. നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ വാക്കെന്താ? എത്ര മുസ്ലിങ്ങൾ പറയുന്നറിയോ? ചുമ്മാടെ ഇവിടെ ദുആ ചെയ്തു, ഈ ദുആയ്ക്ക് വല്ല ഇജാബത്തുണ്ടോ? ആ ദുആ 1000 രൂപ കൊടുക്കുമ്പോൾ ഉസ്താദ് ദുആ ചെയ്യും, അത് വലിയ ഗുണമൊന്നുമില്ല. ഞാനതുകൊണ്ട് ദുആ എന്താന്ന് പറഞ്ഞുതരാൻ കേട്ടോളി. നമുക്ക് ഇതിനോടൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. നമുക്കിതിനോട് വിശ്വാസമില്ല അബീബേ. അതതിൻ്റെ അർത്ഥം എന്താണ് ദുആ? നമ്മൾ അള്ളാഹുവിനോട് 17 പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി എവിടെയാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമസ്കാരം എന്ന് പറയുന്നത് ദുആയാണ് കേട്ടോ. ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിപ്പിക്കുന്ന നമസ്കാരത്തിന്റെ പേര് അത് ദുആയാണ്, അദ്ദേഹത്തിന് വേണ്ടിയുള്ള ശഫാഅത്താ. എങ്കിൽ ബഹുമാനമുള്ളവരെ, ദുആ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് ദുആഉൽ ഇബാദ, 2 ദുആഉൽ മസ്അല. ഒരാളെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കുമത്രേ.
ലിസാനുൽ ഹാൽ എന്നാണ് പറയപ്പെടുക. ഒരാൾ സാലിഹായ അമൽ ചെയ്തുകൊണ്ടിരിക്കെ അവന്റെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു ഓട്ടോമാറ്റിക്കായി പൂർത്തീകരിച്ചു കൊടുക്കും കേട്ടോ. അള്ളാഹു അങ്ങനെ പൂർത്തീകരിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ ആരോഗ്യം എവിടെ നിന്നാ ലഭിച്ചത്? ഇന്ന് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ന് നമ്മുടെ ദാഹത്തിനുള്ള ശുദ്ധജലം എവിടെ നിന്നാ? അള്ളാഹു നമുക്ക് നൽകിയ മക്കൾ എവിടെ നിന്നാ? നമ്മളിന്ന് ഉറങ്ങുന്ന ആ പാർപ്പിടം എവിടെ നിന്നാ? യാത്ര ചെയ്യുന്ന വാഹനം എവിടെ നിന്നാ? ഔറത്ത് മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് എവിടെ നിന്നാണ്? ഈ ഇബാദത്ത് ചെയ്യുന്നത് വെറുതെയാണെന്ന് നിങ്ങൾ കരുതണ്ട കേട്ടോ. ഇബാദത്തിലൂടെ അള്ളാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കി തരുന്നുണ്ട്. അതിന് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് തെളിവാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണേ അല്ലാ എന്ന് ഇഖ്ലാസോട് കൂടിയാണ് നമസ്കാരത്തിൽ നീ ചോദിക്കുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അതിന് മറുപടിയായി 113 സൂറത്തുകളിലൂടെ അല്ലാഹു അതിന് മറുപടി നൽകുകയാണ്. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? ഏതാണ് യഥാർത്ഥ പാത? ഏതാണ് യാഥാർത്ഥ്യത്തിന്റെ വഴി? ഏതാണ് സത്യത്തിന്റെ പാത? എ ഗ്രൂപ്പുകാരൻ പറയുന്നു ഞങ്ങളാണ് സത്യത്തിന്റെ വഴി, ബി ഗ്രൂപ്പുകാരൻ പറയുന്നു ഞങ്ങളാണ്, സി കാരൻ പറയുന്നു ഞങ്ങളാണ്, ഡി പറയുന്നു നിങ്ങളെല്ലാം പിഴച്ച് ഞങ്ങൾ മാത്രമാണ്. എൻ്റെ പൊന്നു സഹോദര, ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും മൈക്ക് കിട്ടിയാ പറയാം. പക്ഷേ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ജഗത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, അവനല്ലാതെ മറ്റാർക്കും അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. അതുകൊണ്ട് അവൻ ഒരു പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സത്യത്തിന്റെ വഴി ഏതെന്ന് ആ പ്രവാചകന്റെ നാവിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. ആ വഴികൾ നിങ്ങൾ അവലംബിക്കണേ. ആ പ്രവാചകന്റെ വഴി അവലംബിച്ച ഒരാളും പിഴച്ചു പോവൂല, അത് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് അള്ളാഹു പോലും നമ്മളെ അറിയിച്ചിരിക്കെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ കൊണ്ടുപോണേ അല്ലാ എന്ന് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, ദിനേന 17 പ്രാവശ്യം അല്ലാഹയോടാണ് ചോദിക്കുന്നത്. അതിന് അല്ലാഹു നൽകുന്ന മറുപടി എന്തെന്നറിയോ? ഞാനും നിങ്ങളുമല്ല മറുപടി നൽകേണ്ടത്, ഉസ്താദന്മാരല്ല മറുപടി നൽകേണ്ടത്. അല്ലാ നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് നീ തന്നെ മറുപടി നൽകണേ അല്ലാ. ഒരുപാട് വഴികൾ ജനങ്ങൾ പറയുന്നു അതാണ് യഥാർത്ഥ വഴി, ഇതാണ് യഥാർത്ഥ വഴി. ഏതാണ് യഥാർത്ഥ വഴി എന്നറിയില്ല റബ്ബേ. എങ്കിലും നാദാ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നേരായ വഴികളിലൂടെ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണേ റബ്ബേ. അല്ല മറുപടി പറയട്ടെ, അല്ല മറുപടി പറയട്ടെ. നബി തങ്ങളുടെ നാവിലൂടെ നേരായ മാർഗത്തെ കുറിച്ച് അല്ലാഹു തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബുദ്ധിയുള്ളവരാണ് നമ്മൾ, അറിവുള്ളവരാണ് നമ്മൾ. അറിവ് കുറഞ്ഞു പോയോ? ആലിമീങ്ങളെ വിളിച്ചിരുത്തി വാളിന്റെ സദസ്സുണ്ടാക്കിയിട്ട് ഉസ്താദേ എന്താണ് ഹിദായത്തിന്റെ വഴി? നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന നേരായ മാർഗം ഏതാ? അതൊന്ന് അറിയിച്ചു തരൂ. ആ വഴിയിലൂടെ സഞ്ചരിച്ച് മരിക്കാനാ, ഒന്ന് അറിയിച്ചു തരുവോ എന്ന് ആലിമീങ്ങളെ പോയി നിങ്ങൾ സമീപിച്ചിട്ട് ചോദിക്കണം. എന്നാലേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഗ്രൂപ്പ് കളിയല്ല ഇത്, ആഖിറത്തിന്റെ കളിയാണിത്. ചെറിയ കളിയല്ല ഇത്. മരിക്കുന്നത് വരെ നിന്റെ തോന്നിയവാസം നടക്കും. മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കോലം വേറെയാ, നിന്റെ രീതി വേറെയാ, നിന്റെ ശൈലി വേറെയാ, നിന്റെ സംഭവ വികാസങ്ങളൊക്കെ വേറെയാ. ഇന്ന് കണ്ടതുപോലുള്ള സൃഷ്ടികളെയല്ല 6 അടി മണ്ണ് മുതൽ നീ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ആ കബറിന്റെ ഉള്ളു മുതൽ മഹ്ശർ വരെ നിനക്ക് രക്ഷപ്പെടണോ? അതിനുള്ള വഴി അല്ല തന്നെ നീ ജീവിച്ചിരിക്കുമ്പോ നിന്നോട് പറഞ്ഞു തരുന്നുണ്ട്. ആ വഴി നീ അവലംബിച്ചാ നിനക്ക് കൊള്ളാം. അല്ലാഹ്ക്കോ റസൂലിനോ ഒരു കുറവും ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാഹയോട് ചോദിക്കുകയാണ്, അല്ലാ ഇഹ്ദിനാ അസ്സിറാത്തൽ മുസ്തഖീം, നേരായ വഴികളിലൂടെ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണേ അല്ലാ. ഏതാണെന്നറിയോ? അല്ല തന്നെ മറുപടി പറയുകയാണ്, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീ ഹുദാ ഹുദാ ഹുദൽ ലിൽ മുത്തഖീൻ. ഏതാണ് ഹിദായത്ത് എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ? ആ ഹിദായത്തിന്റെ വഴി എവിടെയാണ്? അതിന്റെ റൂട്ട് മാപ്പ്
അതിന്റെ മാപ്പ് ഞാനിതാ ആ പരിശുദ്ധമായ ഖുർആനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഷെയർ ചെയ്യണേ. കാരണം അത് ഷെയർ ചെയ്യുന്നത് ആരാന്നറിയോ? അൽ മുത്തഖീൻ. ഈ പറയപ്പെടുന്നത് പോലെ ആട്ടും കൂത്തും പാട്ടും സംഗീതവുമായി നടക്കുന്നവൻ അവർക്കത് കാണാൻ പറ്റൂല, അവർക്കത് മനസ്സിലാക്കാൻ പറ്റൂല. കഞ്ചാവടിച്ച് വെള്ളമടിച്ച് പഞ്ചാരയടിച്ച് നടക്കുന്നവന് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റൂല. പലിശ തിന്നുകയും കൊടുക്കുകയും ലോട്ടറി കച്ചവടം നടത്തുകയും ചെയ്യുന്നവന് ഇതിന്റെ യാഥാർത്ഥ്യവും മാധുര്യവും മനസ്സിലാക്കാൻ പറ്റൂല. പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവരാരെന്നറിയോ? അൽ മുത്തഖീൻ. അത് മുത്തഖീങ്ങളാ, അത് മുത്തഖീങ്ങളാ, അത് മുത്തഖീങ്ങളാണ്. ആരാണ് മുത്തഖീങ്ങൾ? ആരാണ്? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അല്ലാ, നീ തന്നെ അതിന് മറുപടി പറയണേ. പടച്ചവൻ തന്നെ മറുപടി പറയുകയാ. അല്ലദീന, ആ മുത്തഖീങ്ങൾ ആരെന്നറിയോ? യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. 3 ക്വാളിറ്റി അല്ല പറയുകയാണ്. മുത്തഖീങ്ങളെ, നിങ്ങളുടെ 3 ക്വാളിറ്റി അബൂബക്കർ അല്ല പറയുന്നത്, റസൂലുള്ള തങ്ങളല്ല പറയുന്നത്. ഏതൊരു റബ്ബിന് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, മരിക്കുന്നത്, നമസ്കരിക്കുന്നത്, ആ റബ്ബ് തന്നെ പറയുകയാ. മുത്തഖീങ്ങളുടെ 3 ക്വാളിറ്റി ഏതെന്നറിയോ? ഒന്ന്, ആഖിറത്തെ കുറിച്ച് അവർ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. പല ഫിലിം സ്റ്റാറുകൾ നമസ്കാരമുള്ളവരാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയും, അല്ലോ അദ്ദേഹം 5 നേരം നമസ്കരിക്കുന്ന ഒരു ഫിലിം സ്റ്റാറാണ്, ഒരു സിനിമാ നടനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ നമസ്കാരക്കാരനായ സിനിമാ നടനോട് പോയിട്ട് ചില മീഡിയക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ നമസ്കരിച്ചിട്ട് പരലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അദ്ദേഹം പറയുന്നു, ഇല്ല, ഇല്ല, പരലോകത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. പോയില്ലേ? നമസ്കരിക്കുന്നത് എന്തിനാ? സദഖ ചെയ്യുന്നത് എന്തിനാ? ഖുർആൻ ഓതുന്നത് എന്തിനാ? ഒന്നാമത്തെ ക്വാളിറ്റി മുസ്ലിമേ, നീ മുസ്ലിമാണെന്നുള്ളതിന്റെ ക്വാളിറ്റി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യ ലോകത്തെ കുറിച്ചുള്ള വിശ്വാസം നിന്റെ ഖൽബിൽ വേണം കേട്ടോ. ഒന്ന്, നമ്പർ 1. ഉണ്ടോ? 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 മാഫി ആർക്കും ഇല്ല. മയ്യത്ത് കാട്ടി പോയിട്ട് വാത് പറഞ്ഞ പോലെ ആയിപ്പോയി. ഞാൻ മയ്യത്തുകാർക്ക് പോയി സലാം പറഞ്ഞതുപോലെ ആയിപ്പോയി. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന മയ്യത്തുങ്കര പള്ളിയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് പറഞ്ഞ ആരെല്ലാം മടക്കുന്ന കേൾക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഇതിപ്പോൾ മയ്യത്ത് കാട്ടി പോയിട്ട് ഞാൻ വാത് പറഞ്ഞ പോലെ ആയിപ്പോയി. ആഖിറത്തിൽ വിശ്വാസം ഉണ്ടോ ചോദിച്ചാൽ മറുപടി പറയാ ബീവേ. അത് ഹയ്യാണോ മയ്യത്താണോ എന്ന് എനിക്കറിയണ്ടേ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മരിച്ചു പോകുന്ന ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അല്ലാഹ് പടച്ചവനെ, അതൊരു സംഭവം തന്നെ. മരിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓ, അതും കൂടെ ഇല്ല. ഈ 2 കാര്യം നമുക്കില്ലാതെ നമ്മുടെ അഹങ്കാരം ചെറുതല്ല. ഒന്ന്, നമ്മൾ മരിച്ചു പോവുക. 2, നമ്മുടെ ആയസ് കൂടിക്കൊണ്ടിരിക്കുക. ഈ 2 ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അഹങ്കാരം എന്തായിരിക്കും? രോഗം വരാതിരിക്കുക, മരിച്ചു പോകാതിരിക്കുക. ഈ 2 കാര്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അഹങ്കാരം പിടിച്ചാൽ കിട്ടുമോ? രോഗം വരാതിരിക്കുക, മരിക്കാതിരിക്കുക. ഈ 2 കാര്യം അള്ളാഹ് നമുക്ക് ചെയ്ത് എന്തിനെന്നറിയോ? അള്ളാഹ് നമുക്ക് ചെയ്ത് നല്ലപോലെ കേൾക്കണേ. നീ ഒന്നും അല്ലടാ, നീ വെറും പുഴുവാണ്. അള്ളാഹ് നമ്മളെ പഠിപ്പിക്കാനാണ്. 1500 കോടിയുടെ ഉടമസ്ഥൻ പോലും പിടഞ്ഞു വീണ് മരിച്ചില്ലേ? കോടിക്കണക്കായ സമ്പത്തിന്റെ ഉടമയ്ക്ക് ഒരു പനി വന്നാൽ സകലതും തകർന്നു പോയില്ലേ? അവനെ കൊണ്ട് സംസാരിക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ കഴിയോ? സാധിക്കോ സുഹൃത്തുക്കളെ? വലിയ സമ്പന്നനാണ്. ഒരു പനി വന്നാൽ എന്തായി? ഞാൻ തന്നെ ഇപ്പോൾ പനിയുടെ ഗുളി അടിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. അതിൻ്റെ ചൂടിലാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഡൗൺ ആയി സംഭവം. പനി വന്നാൽ തീർന്നില്ലേ? എത്ര വലിയ സമ്പന്നനാകട്ടെ, ഈ പനിയും അള്ളാഹു ഈ മരണവും തന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, നമ്മൾ അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ
നുരമൂത്ത അഹങ്കാരികളായി മാറിയാനെ. ഫിറഔൻ 400 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. 400 വർഷം ഈ ഭൂമിയിൽ ഫിറഔൻ ജീവിച്ചു. ഒരു മൂക്കുപനി വന്നിട്ടില്ല, ഒന്ന് തുമ്മിയിട്ടില്ല, ഒന്ന് ചുമച്ചിട്ടില്ല. 400 വർഷം ജീവിച്ചു, ചുമച്ചിട്ടില്ല ഫിറഔൻ. ഫിറഔന്റെ വീട്ടിലെ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയിട്ടില്ല. അറിയോ? നിങ്ങൾക്കറിയോ? 400 വർഷം ജീവിച്ചു. മൂസാ നബി എന്ത് ത്യാഗം സഹിച്ചെന്നറിയോ? ആ സമയത്ത് ഫിറഔൻ 400 വർഷം ജീവിച്ചവനാണ്. മനുഷ്യന് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, അവൻ അഹങ്കാരിയായി. അല്ലാഹു തആല ഈ രോഗം അവന് നൽകുന്നത് അവൻ അശക്തനാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫാ വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ്. ഭൂമിയിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. നിന്നെ നിരാശനായി, നിന്നെ അശക്തനായി, ബലഹീനനായിട്ടാണ് നാം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏറ്റവും വലിയ ശക്തിയാണ് ഇസ്രായേൽ ശക്തി. ഏറ്റവും വലിയ ശക്തിയാണ് ഇസ്രായേൽ ശക്തി. നിരായുധരുടെ മുന്നിൽ പരാജയപ്പെട്ടില്ലേ? നമ്മളൊക്കെ പറയും ദുആ ചെയ്ത അള്ളാഹ് സ്വീകരിക്കില്ല എന്ന്. നമ്മളൊക്കെ പറയും ദുആ ചെയ്ത അള്ളാഹ് സ്വീകരിക്കുന്നില്ല എന്ന്. അള്ളാഹ് ദുആ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ സുഹൃത്തുക്കളെ, ലോകത്തെ മൊത്തം നശിപ്പിക്കാനുള്ള സാധനം അവൻ്റെ കയ്യിലുണ്ട്. എത്ര നാൾ കൊണ്ട് അവിടെ മൊത്തം തകർക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവൻ തന്നെ പരാജയപ്പെട്ടില്ലേ? ഇപ്പം അവിടുത്തെ പ്രധാനമന്ത്രി ഇപ്പം തന്നെ പറയാം, നിർത്താം, നമുക്ക് നിർത്തിയേക്കാം, ആഖിർ ദഅ്വാന പറയാം, മതി എന്നായി. ആ അവസ്ഥയിലേക്ക് എത്തിയില്ലേ? നമ്മൾ പറയും ദുആ സ്വീകരിക്കൂല. കാത്തിരിക്ക്. പെട്ടെന്ന് നിന്നങ്ങോട്ട് ചെയ്ത ദുആ നാളെ അങ്ങോട്ട് സ്വീകരിക്കൂല. ഇതൊക്കെ അള്ളാഹ് നമ്മളെ പരീക്ഷിക്കും. നമ്മൾ ഈ കൊടുക്കുന്ന 1000 രൂപ നിങ്ങൾ കൊടുത്താൽ, ഇത് കൊടുത്താൽ എനിക്ക് ഗുണം കിട്ടുമോ എന്ന വിശ്വാസം നിനക്കുണ്ടോ എന്ന് ആദ്യം അള്ളാഹ് നോക്കുന്നത്. ഞാനിവിടെ മൈക്കിൻ്റെ മുന്നിലൂടെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ആവേശത്തോടെ 1000 പറയും, 2000 പറയും, 3000 പറയും. ഒരു ദുആ കിട്ടാനാണ്. പക്ഷേ നമ്മൾ ആ ദുആയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഖൽബിൻ്റെ ഉള്ളിൽ, പടച്ചവനെ ഇത് ഞാൻ കൊടുക്കണോ വേണ്ടായോ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുമോ, അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദുആ കിട്ടും. പക്ഷെ ഇത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഈ കൊടുക്കണമെന്നുള്ള മനസ്സിൻ്റെ ആഗ്രഹം എന്താണ്? ഏത് കാര്യത്തിന് നിയത്ത് വേണം ഹബീബേ. നിയത്തില്ലാതെ ഒന്നും അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ നടത്തി തരൂല. നിയത്ത് നല്ലതെങ്കിലൊക്കെ ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. ഉണ്ടോ? തൗഫീഖ് വേണോ? നമ്മുടെ നിയത്ത് നന്നായിരിക്കണം. നമ്മുടെ നിയത്ത് നന്നാവത്തിടത്തോളം കാലം നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. നമ്മുടെ സദഖ കൊണ്ട് നമുക്കൊരു ഗുണം അല്ലാഹു തആല നൽകുകയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു നമ്മളോട്. നമ്മുടെ സമുദായം മനസ്സിലാക്കട്ടെ നല്ലതുപോലെ. 3 കാര്യങ്ങൾ എന്ന് നടപ്പിലായോ നിങ്ങൾ ഓർത്തോളിൻ, എൻ്റെ സമുദായം പിഴച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസാലുൽ ഉമ്മത്തു അലാ ഹാദിഹി ശരിയ ഹത്താ ലം യുദ്ഹർ സലാസ്. 3 കാര്യങ്ങൾ വെളിപ്പെടാത്തിടത്തോളം കാലം എൻ്റെ സമുദായം ശരീഅത്തിൽ ഉറച്ചു നിൽക്കും. സ്വഹാബത്തെ, എൻ്റെ സമുദായം പിഴച്ചു പോവുകയില്ല കേട്ടോ. അല്ലാഹുവിൻ്റെ റസൂൽ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. 3 കാര്യങ്ങൾ അത് തുടർന്നു കൊണ്ടേയിരുന്നാൽ എൻ്റെ സമുദായം ശരീഅത്തിൽ തന്നെ നിലനിന്ന് മുന്നോട്ട് പോകുമത്രേ. അതിന് തടസ്സം വന്നു പോയാൽ, അത് നിന്നുപോയാൽ കേവലം മുസ്ലിം നാമധാരികളായി ജീവിക്കാമെന്നല്ലാതെ ശരീഅത്തിൻ്റെ ഒരംശം പോലും അവരുടെ ഖൽബുകളിൽ ഉണ്ടാവുകയേ ഇല്ല. അതിലൊന്നാമതായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാലം യുഖ്ബൽ മിൻഹും അൽ ഇൽമു. ഇൽമുകൾ എന്നാണോ പഠിപ്പിക്കപ്പെടാത്തത്, ഇൽമുകൾ എന്നാണോ ചർച്ച ചെയ്യപ്പെടാത്തത്, മദ്രസകൾ എന്നാണോ പൂട്ടപ്പെടുന്നത്, വഅലിൻ്റെ സദസ്സുകൾ എന്നാണോ നിരോധിക്കപ്പെടുന്നത്, ആ കാലഘട്ടത്തിൽ എൻ്റെ സമുദായം ശരീഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. സഹാബ, ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ 3 കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞതാണ് മാലം യുഖ്ബൽ മിൻഹും അൽ ഇൽമു. ഇൽമു പിടിക്കപ്പെടാത്തിടത്തോളം കാലം എൻ്റെ സമുദായം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ശരീഅത്തിലായിരിക്കും. ഇൽമു എന്ന് നഷ്ടപ്പെട്ടു പോകുന്നു, എൻ്റെ ഉമ്മത്ത് പിഴച്ചത് തന്നെ. നബിയുടെ വാക്കാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളി.
നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. പക്ഷേ എന്ത് മുസ്ലിമാ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. മുസ്ലിമീങ്ങളുടെ ഈമാനെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒരു കാലഘട്ടം വരും, അന്ന് ഈ ഈമാൻ, ഈ ദീൻ എന്ന് പറയുന്നത് കൈവെള്ളയിൽ തീക്കട്ട വെച്ചതുപോലെയാണ്. കൈക്കുള്ളിൽ തീക്കട്ട വെച്ച് അതിനെ മുറുകെ പിടിക്കുന്നവനെ പോലെയാണ്. ആ തീക്കനൽ മുറുകെ പിടിച്ചവൻ രക്ഷപ്പെട്ടു. കയ്യിൽ വന്ന തീക്കനൽ വലിച്ചെറിഞ്ഞവൻ അവൻ തകർന്നു തരിപ്പണമായി ആഖിറത്തിൽ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. ഈ ഉസ്താദന്മാരൊക്കെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രസംഗത്തിലൂടെയാണ് അല്പമെങ്കിലും നന്നാവാൻ എന്നെ കൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്തത്. ഞാനുള്ള കാര്യം ഞാൻ പറയുകയാണ്. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രസംഗം മാത്രമല്ല. ഈ പ്രസംഗിക്കാൻ വേണ്ടിയുള്ള ഹദീസുകളും ആയത്തുകളും നമ്മൾ പരിധി നോക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അല്പമെങ്കിലും അള്ളാഹുവെ നിന്നെക്കുറിച്ച് ഓർക്കാനും ഭയപ്പെടാനും ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ പോകാനും ഒരാഗ്രഹവും ഒരാവേശവും ഉണ്ടാകുന്നത് ഈ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ഇതിനു വേണ്ടി നമ്മൾ പഠിക്കുന്നതിൻ്റെ പേരിലാണ്. അല്ല വെറുതെ ഇങ്ങനെ പ്രസംഗിച്ച് പോകുന്ന ഒരു ശൈലിയല്ല. അത് മനസ്സിലാക്കണം. നമ്മൾ എത്ര പ്രസംഗിച്ചാലും എത്ര പാടിയാലും തീരാത്ത പാട്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. എത്ര നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ കൂടിപ്പോയ ഖബർ, മഹ്ശർ, മരണം, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാറുള്ളൂ. ഇതൊന്നുമല്ല ദീന്. 23 വർഷ കാലയളവിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ദീൻ നമ്മൾ എത്ര പഠിച്ചു, നമ്മൾ എത്ര മനസ്സിലാക്കി? എനിക്കെല്ലാം എന്തോ വലിയ അറിവുള്ളത് പോലെയാണല്ലോ നമ്മുടെ നടത്തം. നമുക്ക് എന്തറിയാം സുഹൃത്തുക്കൾ? ഒരു മുസ്ലിമിനെ അപേക്ഷിച്ചിടത്തോളം രാവിലെ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അവൻ രാത്രി ഉറങ്ങുന്നത് വരെ അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എത്ര സമയം മെനക്കെട്ടു മാറ്റിവെച്ചു? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ മൊബൈൽ എടുത്തിട്ട് ആ മൊബൈലിന് വേണ്ടി മണിക്കൂറിൽ എത്ര ചിലവാക്കുന്നു? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എത്ര സമയം ചിലവാക്കുന്നു? നാളെ മരിച്ചു പോകണ്ടേ? നാളെ ഹിസാബില്ലേ? വിചാരണയില്ലേ? ഉയർത്തെഴുന്നപ്പെടുമ്പോൾ അവിടെ നമ്മളോട് ചോദിക്കുമ്പോൾ ഇതിന് മറുപടി ആര് പറയും? ഇത് പറഞ്ഞു തന്നില്ല എങ്കിൽ നാളെ നിങ്ങളെല്ലാവരും നമുക്കെതിരെ കോടതിയിൽ കുറ്റം പറയും. പടച്ചവനെ, ഞങ്ങളോട് ഇതാരും ഇത് പറഞ്ഞു തന്നിട്ടില്ല അല്ലാ എന്ന് നിങ്ങൾ പറയും. ഇത് പറയാതിരിക്കാനാണ് അള്ളാഹു ഇന്ന് ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഈ വഅളുകളെ പ്രചരിപ്പിക്കുന്നത്. ഓർത്തോളിൻ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരാൾക്കും മറുപടി പറയാൻ പറ്റൂല. ഞാൻ വഅള് കേട്ടിട്ടില്ല എങ്കിലും വീട്ടിനകത്തിരിക്കുന്നവർ പോലും യൂട്യൂബിലൂടെ അള്ളാഹ് നീയുണ്ടെന്നും ആഖിറമുണ്ടെന്നും ഈ സമുദായത്തോട് തുറന്ന് പറഞ്ഞവരാണ് പണ്ഡിതർ. അതുകൊണ്ട് നാളെ ഇവരൊന്നും കേട്ടില്ല എന്ന് അള്ളാഹിന്റെ മുന്നിൽ പറയാനൊരവസരവുമില്ല. എല്ലാവരും കേട്ടുകഴിഞ്ഞു. സത്യമായ ദീൻ ഇസ്ലാമിൻ്റെ ദീനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്ന് കുതറിപ്പോകാതിരിക്കാൻ ശ്രമിക്കും. അള്ളാഹു നമുക്ക് ചെയ്ത വലിയൊരു നിഅമത്താണ്. മാർക്കം ചെയ്തുകൊണ്ട് നീ മുസ്ലിമായി രക്ഷപ്പെടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. മാർക്കം ചെയ്യലതും ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ അടയാളമല്ല, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടയാളമൊന്നുമല്ല അത്. നീ മാർക്കം ചെയ്തില്ല എങ്കിൽ നിനക്ക് മുസ്ലിമാകാം. ഷഹാദത്ത് കലിമ ചൊല്ലലാണ് ഏറ്റവും വലിയ കാര്യം. അത് മുറുകെ പിടിക്കലാണ്. ഞാൻ അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല, ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. എന്താണ് ഇസ്ലാമിൻ്റെ ക്വാളിറ്റി? എന്താണ് അതിൻ്റെ നിബന്ധനകൾ? എന്താണ് അത് നീ പാലിക്കുന്നുണ്ടോ? അത് ഞാൻ മാർക്കം ചെയ്തവനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നുമല്ല ക്വാളിറ്റി. ജൂതന്മാർ മാർക്കം ചെയ്തിട്ടുണ്ട്, നസ്രാണികൾ മാർക്കം ചെയ്തിട്ടുണ്ട്, മുശ്രിക്കീങ്ങൾ മാർക്കം ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് മുസ്ലിമീങ്ങളായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഞാനൊരു മുസ്ലിമാണെന്നുള്ളതിൻ്റെ ക്വാളിറ്റി എന്താണ്? നീ ഒരു ഹാഫിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 30 ജുസ് അവൻ കാണാപാഠം പഠിച്ചിരിക്കണം, അവനാണ് ഹാഫിള്. ആലിമാണെങ്കിൽ എന്താ? 8 വർഷം ശരീഅത്തിനെ കുറിച്ച് പഠിച്ച് സനത് വാങ്ങിയിരിക്കണം, അവനാണ് ആലിം. MBBS കാരെന്ന് പറഞ്ഞാൽ 5 വർഷം അതിനെക്കുറിച്ച് അവൻ പഠിച്ചിരിക്കണം, പ്രാക്ടീസ് ചെയ്തിരിക്കണം, അതാണ് അവൻ MBBS, ഒരു ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. വെറുതെ നോക്കിയിട്ടുള്ള ഡോക്ടർ എന്നും എഞ്ചിനീയർ എന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. വേണമെങ്കിൽ പറയാം, പക്ഷേ ആ ക്വാളിറ്റിയും ആ പഠിത്തവും അവർക്കില്ല എങ്കിൽ ഒരിക്കലും അവർക്കത് യോജിക്കൂല. നമ്മൾ മുസ്ലിമാണോ? നമ്മുടെ ക്വാളിറ്റി എന്താണ്? എന്താ നമ്മുടെ ക്വാളിറ്റി? ലോക ചരിത്രത്തിൽ പരിശുദ്ധമായ ശരീഅത്ത് പോലെ, ഇസ്ലാം പോലെ ഒരാദർശം ലോകത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതാദ്യം ചിന്തിച്ചോളീൻ. ഇതിനെ മാത്രമാണ് അള്ളാഹ് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ തീച്ചൂള, അതുകൊണ്ടാണ് നമുക്ക് ഈ പീഡനങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ വേദനകൾ സഹിച്ചും പരിശുദ്ധമായി ശരീഅത്തിനെ മുറുകെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ആ ശരീഅത്ത് ഒരു തീ കനൽ പോലെയായിരിക്കുന്ന ഒരു കാലഘട്ടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയ്യിൽ നിന്നത് ചൂട് പേടിച്ച് വലിച്ചെറിഞ്ഞാൽ നാളെ നരകത്തിലായിരിക്കും നമ്മളുടെ താവളം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ വഅള് നസീഹത്ത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് എൻ്റെ സമുദായം ആദ്യം ഒന്ന് മനസ്സിലാക്കണം. 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 3ഉം എനിക്ക് തോന്നുന്നു ഇന്ന് ഈ കാലഘട്ടത്തിൽ അത് യോജിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു വക്സുറു വലദുൽ ഖനസ്, ജാരസന്താനങ്ങൾ അധികരിക്കുന്ന ഒരു കാലം വരുമെന്ന്. ജാരസന്താനങ്ങൾ അധികരിക്കുന്ന ഒരു കാലമുണ്ടാകും സഹാബത്തെ. ഇന്ന് ജാരസന്തതികൾ അധികരിച്ചു കൊണ്ടിരിക്കുക. അമ്മത്തൊട്ടിൽ എന്തിനാണ്? തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ എന്തിനാണ്? ജാരസന്താനങ്ങൾ. ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ 2 ദിവസം പത്രത്തിൽ കണ്ടതാണ്. ഒരു ചോരക്കുഞ്ഞിനെ സ്വന്തം മാതാവ് കുഴിച്ചുമൂടി. എന്തിനാണിത്? ജാരസന്തതികൾ അധികരിക്കുന്നു. അസലിയായ സന്താനമാണെങ്കിൽ കുഴിച്ചുമൂടേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് കുഴിച്ചുമൂടുന്നത്? എന്തിനാണ് അമ്മത്തൊട്ടികൾ അധികരിക്കുന്നത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജാരസന്താദികൾ അധികരിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമാകാതെ ലോകം അസ്തമിക്കുകയില്ല. ഓർത്തോളിങ്. ഇന്ന് എന്തെല്ലാം യുദ്ധം നടക്കട്ടെ, എന്തെല്ലാം പ്രശ്നം നടക്കട്ടെ, നബിതങ്ങൾ പറയാത്തത് എന്തെങ്കിലും ലോകത്ത് നടന്നിട്ടുണ്ടോ? അന്ന് 3G ഇല്ല, 4G ഇല്ല, 5G ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, സാറ്റലൈറ്റ് ഇല്ല. ആ കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പ്രവചിച്ച പ്രവചനങ്ങളാണ് 21ാം നൂറ്റാണ്ടിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി അനുഭവിക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയാത്ത ഒരു കാര്യവും ഇന്നിവിടെ നടക്കുന്നില്ല. ഓർത്തോളിങ്. അതിൽ വെച്ച് മനസ്സിലാക്കിക്കോ, സദഖ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിക്കോളി. നമ്മൾ കളിയിലും ചിരിയിലും തമാശയിലുമാണ്. നമുക്ക് ഈ ദീനെന്ന് കേട്ടാൽ ഒരു കാര്യമൊന്നുമില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ പേര് കിട്ടണം, കൂടുതൽ ലൈക്ക് കിട്ടണം, കൂടുതൽ ഷെയർ കിട്ടണം, അതിലൂടെ പണം കിട്ടണം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും അള്ളാഹു ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഇവിടെ ദുനിയാവിൽ നീ ഗമയും പ്രതാപവും പ്രൗഢിയും അന്തസ്സും ആഗ്രഹിക്കുന്നുണ്ടോ? ആഖിറത്തിൽ നിനക്കിത് നഷ്ടമാകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അദ്ദുനിയ ദാറുമല്ല ദാറലഹു വമാലു മല്ല മാലലഹു. ദുനിയാവെന്ന് പറയുന്നത് ആഖിറത്തിൽ വീടില്ലാത്തവന്റെ വീടാണ്. ആഖിറത്തിൽ സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ് ദുനിയാവ് എന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ശരീഅത്ത് എന്തെന്ന് നമുക്ക് നല്ലപോലെ പഠിപ്പിച്ചെന്നിട്ടാണ് ഇന്ന് മദീനയുടെ തിരുമുറ്റത്ത് കിടന്ന് ഉറങ്ങുന്നത്. ഓർത്തോളി. ഇത് കേവലം വഅദ് പറഞ്ഞ് നിങ്ങളുടെ നിന്ന് കുറച്ച് പൈസ പിരിക്കാൻ വേണ്ടിയുള്ള ദീനല്ല ഇത്. ഈ ശരീഅത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ മുസ്ലിമായ ഞാൻ മുസ്ലിമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനാണ്. എന്ന് പറഞ്ഞ് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ മുസ്ലിമാണോ എന്ന്? എൻ്റെ റേഷൻ കാർഡിൽ മുസ്ലിമാണ്, പാസ്പോർട്ടിൽ മുസ്ലിമാണ്, ആധാറിൽ മുസ്ലിമാണ്, ലൈസൻസിൽ മുസ്ലിമാണ്. എന്താ മുസ്ലിം? മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താണ്? ഒരു കാഫിർ മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു മുസ്ലിം മുശ്രിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറിയില്ല. എന്ത് തോന്നിയാസം കാണിച്ചിട്ട് എൻ്റെ പേര് ഷഹജ, എൻ്റെ പേര് ഷഫീന, എൻ്റെ പേര് ഹസീന, എൻ്റെ പേര് ഷിബു, എൻ്റെ പേര് ഹസൻ, എൻ്റെ പേര് ഷാജഹാൻ, ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ മുസ്ലിം? അള്ളാഹ്ക്ക് ഇപ്പം നമ്മൾ മൊത്തം മുസ്ലിം ആയിക്കൊള്ളുന്നു. അള്ളാഹ്ക്ക് നിർബന്ധമൊന്നുമില്ല സുഹൃത്തെ. നമ്മൾ നാളെ മരിച്ചു പോയാൽ നമുക്ക് രക്ഷ വേണോ ഇല്ലയോ? രക്ഷ വേണോ ഇല്ലയോ? അള്ളാഹുവിനോട് നമ്മൾ ദിവസം തോറും ചോദിക്കുന്ന ഒരു ദുആയുണ്ട്. ദിവസം തോറും അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ എന്തെന്നറിയോ? ഏറ്റവും കൂടുതൽ സമയം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ദുആ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ഏറ്റവും വലിയ ഒരു മാധ്യമം ദുആയാണ്. പക്ഷെ അത് നമുക്ക് സമയമില്ല.